ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നമ്മുടെ ഡിഫറെൻറ്റ് ബാച്ച് വെറൈറ്റി നമ്മുടെ അഗ്ലോണിയമയുടെ ഒക്കെ പോലത്തെ സെയിമാണ് വരുന്നത്. കാണാനൊക്കെ നല്ല നല്ല അടിപൊളി ലീവ്സാണ്. ശരിക്കും നന്നായിട്ട് നമുക്ക് ഇൻഡോറൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷനൊക്കെ ഇതിപ്പോൾ നന്നായിട്ട് ഇങ്ങനെ വളഞ്ഞ് ഇതായിട്ട് ഇരിക്കുന്ന പ്ലാന്റ്സാണ്. ഇതിപ്പോൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ ചട്ടിയിലാണ്, ഇവിടുത്തെ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ ഒരു ലെമൺ വൈൻ്റെ പ്ലാന്റും കൂടെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചരിഞ്ഞതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യണം. ഇതെങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം, പിന്നെ ഇപ്പോൾ ഉള്ളതിൻ്റെ ചരിവ് എങ്ങനെ കട്ട് ചെയ്ത് നേരെയാക്കി നടാം, അങ്ങനെ നമുക്ക് എങ്ങനെ ഒന്ന് ഇതിനെ സെറ്റാക്കി എടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലായത് ഇത്രയും നല്ലൊരു വലിയൊരു സ്റ്റെമ്മ് ഇതിന് കിടപ്പുണ്ട്. അപ്പോൾ ഈ സ്റ്റെമ്മിൽ നമ്മൾ നോക്കിയാൽ ശരിക്കും സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇതിനകത്ത് മൈന്യൂട്ടായിട്ടുള്ള ഇങ്ങനെ ഡോട്ട്സ് പോലെ ഈ നമ്മൾ മുള പൊന്തി വരില്ലേ, അതുപോലെ അതിൻ്റെ പ്രൊപ്പഗേഷന് വേണ്ടിയുള്ള നോട്ട്സാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഈ ലീഫ് വീണ് പോയിരിക്കുന്ന ഗ്യാപ്പിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഇതിനെ എങ്ങനെ നമുക്ക് ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ടെണ്ണം വെച്ചിട്ട് രണ്ട് മുള വരുന്ന ഭാഗത്തിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് ഇതുപോലെ ഇവിടെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യണം. ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ സാഫോ എൻഡോഫിലോ ഒക്കെ വെച്ച് ചെയ്യുക. അല്ലെങ്കിൽ അതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മെഴുകുതിരി വെച്ചിട്ട് സൈഡ് സീൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഗ്ലൂ ഗൺ വെച്ചിട്ട് സീൽ ചെയ്താലും മതി. അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്ന് ഉള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. കാരണം ഞാൻ അതിൻ്റെ രണ്ടോ മൂന്നോ രീതിക്ക് ഞാൻ അതിൻ്റെ പ്രൊപ്പഗേഷൻ കട്ടിങ്ങും പിന്നെ എങ്ങനെ സീൽ ചെയ്യണം, വെള്ളം കയറാണ്ട് അതിനെ സീൽ ചെയ്താൽ മാത്രമേ അത് പ്രൊപ്പഗേറ്റ് ചെയ്ത് വരത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നട്ട് കഴിഞ്ഞ് അതിൽ വെള്ളം കയറി കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ചീഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ നേരിട്ട് വെക്കാം, ട്രൈ ചെയ്യാം, പക്ഷേ അത് ട്രയൽ മാത്രമാണ്. പക്ഷേ നമുക്ക് 100% റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ അതിൻ്റെ സൈഡ് നന്നായിട്ട് സീൽ ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ഓക്കെ, ഇതൊരു വലിയൊരു ഡിഫറെൻറ്റ് ബാച്ച് തന്നെയാണ്. അപ്പോൾ ഇതും ഇതുപോലെ ഫ്ലവേഴ്സ് വന്നു തുടങ്ങിയതിൽ നമുക്ക് കാണാം. അതിൻ്റെ ഒരു നമ്മളെ ആന്തൂര്യം പോലെ വരുന്നൊരു ഫ്ലവറാണ്. ഓക്കെ, അപ്പോൾ ആ ഫ്ലവർ രണ്ടെണ്ണം ഇങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട് ഡിഫറെൻറ്റ് ബാച്ചിൽ. ഇവിടെയുണ്ട്, തൊട്ടപ്പുറത്തും കൂടെ നമുക്കൊരു ഫ്ലവർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഇനി ഇതുപോലെ വളഞ്ഞിരിക്കുക, സൈഡിൽ കൂടെ ഇങ്ങനെ വളഞ്ഞ് ഇത്രയും ലെങ്ത്തിൽ വന്നിരിക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ കണ്ടോ, ഈ നോട്ട്സ് ഉണ്ട്, ഇവിടെയും നോഡുണ്ട്. അപ്പോൾ ഞാൻ ഇതിലൊന്ന് ജസ്റ്റ് കാണിക്കാം, എന്നിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഈ നോഡ് നോക്കുമ്പോൾ ഞാനൊരു വൈറ്റ്നറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മാർക്കർ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടോ ഒരു പോർഷൻ ഞാൻ ഏകദേശം കാണിക്കുകയാണ്. ഇത്രയും പോർഷൻ നമുക്ക് ഇതിനകത്ത് തന്നെ വയ്ക്കാം, ചട്ടിയിൽ തന്നെ. എന്നിട്ട് ഇവിടെ നമുക്ക് മേളിലേക്ക് കട്ട് ചെയ്യാം. ഇവിടെ ഒരു നോഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കാം, ഈ വളഞ്ഞെടുത്ത്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പോർഷനിൽ ജസ്റ്റ് വൈറ്റ്നർ കൊണ്ടൊന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമുക്ക് കട്ട് ചെയ്യേണ്ട ഭാഗം, അല്ലെങ്കിൽ പിന്നീട് മാറിപ്പോകാണ്ടിരിക്കാൻ കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇത് വരുന്ന കഴിഞ്ഞിട്ട് രണ്ടെണ്ണത്തിന് സ്പേസ് കൊടുക്കുക. എന്നിട്ട് അടുത്തത് ഇവിടെയായിട്ട് മാർക്ക് ചെയ്യാം. ഇതുപോലെ നമ്മൾ പിന്നെ രണ്ടെണ്ണം ഉണ്ട്, ഇവിടെ ഒന്നുണ്ട്, രണ്ടുണ്ട്. ഈ രണ്ടെണ്ണം വിടണം, എന്നാൽ മാത്രമേ നമുക്ക് അവിടെ നോഡിലേക്ക് വെള്ളം കയറാത്ത രീതിയിൽ നമുക്ക് സീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെയും കഴിഞ്ഞു 1 2. അപ്പോൾ ഈ സ്പേസിൽ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 2 3 കിട്ടി. പിന്നെ ചട്ടിയിൽ നിൽക്കുന്ന ആ ഭാഗം അത് നമുക്ക് സ്റ്റഡി ആയിട്ട് വെച്ച് ഒരു കമ്പ് വെച്ചിട്ട് നേരെയാക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. ബാക്കി ഞാൻ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കാണിക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ മാർക്കിങ്ങിൽ നമുക്ക് ഇതുപോലെ ബ്ലേഡ്, ഇതൊന്നും നമുക്കൊന്ന് സ്റ്റെറിലൈസേഷൻ ഒന്നും ഒരു വിഷയമല്ല. കാരണം നോർമലി നമ്മളിതിപ്പം ഇവിടുന്ന് സാഫും എൻഡോഫിലും ഒക്കെ വെച്ചിട്ട് നമ്മൾ സീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് തന്നെ സൈഡ് സീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇൻഫെക്ഷൻ്റെ പ്രശ്നമൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാം, പക്ഷേ ഞാൻ പൊതുവേ ചെയ്യാറില്ല കട്ട് ചെയ്യുമ്പോൾ. കാരണം പണ്ടൊക്കെ നമ്മൾ കത്തി വെച്ചിട്ട് തന്നെ നോർമലി ചെയ്യാറ്. ഇതിനൊന്നും അങ്ങനെ ഒരു ഇൻഫെക്ഷൻ വരാനുള്ള ഒരു പ്ലാന്റ് ഒന്നും അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ നമ്മൾ ഇവിടെ വെച്ച് മുറിച്ച് കൊടുക്കുകയാണ്. ഓക്കെ, ഇത്രയും വലിയ പ്ലാന്റാണ്. നമ്മൾ ഫസ്റ്റ് തന്നെ ഈ പോർഷൻ നമ്മൾ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണ്. ഇങ്ങനെ ജസ്റ്റ് ഈ കത്തി ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി, നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കിട്ടും. വലിയ പ്രഷറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലൊരു പ്ലാന്റ് നമ്മൾ ഇങ്ങോട്ട് മാറ്റി. ഓക്കെ, ഇനി അതിൻ്റെ സെക്കൻഡ് ഭാഗം നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്ത് 2 നോഡ് വെച്ചിട്ട്, ഓക്കെ, നമ്മളിവിടെ 2 നോഡ് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കാണാം. ഇവിടെ വെച്ചിട്ട് നമ്മൾ രണ്ടാമത്തെ പോർഷൻ ഒന്ന് മുറിക്കുക. രണ്ടാമത്തെ പോർഷൻ അതേപോലെ തന്നെ നമ്മൾ മുറിച്ച് കൊടുക്കുക. ഓക്കെ, ഈ പീസ് നമുക്കിതിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് വലിഞ്ഞു പോകാത്ത രീതിയിൽ കട്ട് ചെയ്യണം. അതിപ്പോൾ ഞാൻ ക്യാമറ ഒരു കയ്യിൽ വെച്ചുകൊണ്ടാണ് അത് കാണാത്തത്. അപ്പോൾ നമുക്കൊരു പീസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടെയൊക്കെ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ നോട്ട്സ് വന്ന് കിടപ്പുണ്ട്. കാണാൻ പറ്റും ഇവിടെ. നോക്കിയാൽ അറിയാം. നന്നായിട്ട് ഞാൻ ഫോക്കസ് ചെയ്ത് കാണിക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പോർഷൻ ഇവിടെ നല്ല രീതിക്ക് ഈ കട്ട് ചെയ്തതിൻ്റെ ഇത് കാണുന്നുണ്ടാവും, അത് നമ്മൾ നന്നായിട്ട് തുടച്ച് കൊടുക്കുക. ഓക്കെ, അത് തുടയ്ക്കണം. ഞാൻ കാണിക്കാം. ഇനി ബാക്കി പീസ് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ ബാക്കിയും കൂടെ കാണിക്കാം. ഇതുണ്ട്. ഇപ്പം ഞാൻ ഈ ബാക്കി പീസുകൾ കട്ട് ചെയ്യാൻ നേരത്താണ് ഈ റൂട്ട് കാണുന്നത്. കണ്ടോ,
കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഈ നോഡിൻ്റെ അടിയിൽ നിന്ന് വന്ന റൂട്ടുകളാണ് ഇവിടെ മണ്ണിനോട് ഇലകടകളോട് ചേർന്ന് കിടക്കുമ്പോൾ. ജസ്റ്റ് ഇലയിൽ നമുക്കിത് വളർത്താമെന്ന് പറയുന്നതിന് ഏറ്റവും വലുതാണ് ഈ റൂട്ട് സ്റ്റോക്ക്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിൻ്റെ അടിയിൽ നന്നായിട്ട് റൂട്ട്സ് വന്നിട്ടുണ്ട്. ഓക്കെ, നല്ല രീതിക്ക് റൂട്ട്സ് വന്നിട്ടുണ്ട്. അതിനനുസരിച്ചാണ് നമ്മൾ ഇനിയുള്ള പീസ് കട്ട് ചെയ്യുക. ഇതിവിടെ നോക്കിയാൽ മനസ്സിലാവും. അത് ഇവിടെ റൂട്ട് ഇഷ്ടംപോലെ റൂട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നന്നായിട്ട് റൂട്ട് ഇങ്ങനെ നമ്മൾ കിടത്തി വെച്ചിട്ട് നമുക്ക് പിടിപ്പിക്കാൻ പറ്റുന്നതാണ് അർത്ഥം. അപ്പോൾ ഞാൻ ഈ ആ പീസും കൂടെ കട്ട് ചെയ്ത് ഈ നിലത്ത് കിടക്കുന്ന ഈ ഒരു പീസും കൂടെ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് വെക്കാമെന്നും കൂടെ പറഞ്ഞിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ടിങ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ എടുത്തത് ഇതായിരുന്നു നമ്മുടെ ഡിഫൻ ബാച്ചിയുടെ പ്ലാന്റ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതുപോലൊരു പാത്രം എടുത്തിട്ട് അതിനകത്ത് അടിയിലൊരു ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഒരു തുണിയുടെ സഞ്ചി വരുന്നില്ലേ, ഇപ്പം നമ്മൾ പ്ലാസ്റ്റിക് വിമുക്തമാക്കാൻ വേണ്ടി വരുന്ന തുണിയുടെ സഞ്ചി ഉണ്ട്. അതൊരു പഴയതുണ്ടായിരുന്നു. അത് ഞാൻ കട്ട് ചെയ്ത് ഇതുപോലൊരു ഹോൾസ് ഉള്ള, നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോൾസ് ഇല്ലാത്ത പോട്ടും എടുക്കാം, ഒരു ട്രേ എടുക്കാൻ വേണമെങ്കിൽ. ഇതിപ്പോൾ ഞാൻ കുറച്ചുകൂടി എയർ സൊറക്കേഷൻ ഉള്ള ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഇത് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ തുണി എടുക്കുക. ജസ്റ്റ് എന്തെങ്കിലും ഒരു വീട്ടിലിരിക്കുന്ന മാക്സിൻ്റെയോ എന്തെങ്കിലും ഒരു പീസ്, കോട്ടൺ അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പോളിസ്റ്റർ ആയാലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇതുപോലെ വിരിച്ചു കൊടുക്കുക. ഈ വെച്ചിരിക്കുന്നതിൻ്റെ മേളിലേക്ക് സൈഡിൽ കൂടെ പോകാനാണ്, പക്ഷേ എയർ സർക്കുലേഷൻ കിട്ടുന്ന രീതിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ സൈഡിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അതും ഇതിന് വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ തുണി എടുത്ത് വെച്ച് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് അടിയിൽ ഈ തുണിയിൽ അത്യാവശ്യം ഈർപ്പം കിട്ടും. തുണിയിൽ ഈർപ്പം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പോളിസ്റ്ററിൻ്റെ ആയാലും നമുക്കത് വിഷയമല്ല. അപ്പോൾ ഇത് ഞാൻ സൈഡിൽ കൂടെ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെടുത്തത്. എന്നിട്ട് നമുക്ക് ഇതുപോലത്തെ കുറച്ച് മതിലിരിക്കുന്ന മോസസില്ല നമ്മുടെ പായൽ, ഞാൻ കുറച്ച് ചുരണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ചുരണ്ടിയ പായലിനെ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഇതിന് മുകളിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് നിരത്തി ഇങ്ങനെ കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ നിരത്തി കൊടുത്താൽ മതി, വേറൊന്നും പ്രശ്നമൊന്നുമില്ല. അതിപ്പോൾ അതിൻ്റെ ഔട്ടർ സൈഡിലേക്ക് പോകേണ്ട രീതിയിൽ ഇത് നോക്കിക്കോളും. ഇനി നിങ്ങൾക്ക് അങ്ങനത്തെ ചട്ടിയാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ പ്രശ്നമില്ല, ഈ തുണി ഉള്ളിലേക്ക് കിടന്നാലും കുഴപ്പമില്ല. ഇത് ഞാനിപ്പോൾ അങ്ങോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡിലേക്ക് ഇതാക്കി വെച്ചിരിക്കുക. ഇത് നനയ്ക്കുമ്പോൾ ഇതിനകത്തൊരു നനവ് കിട്ടുകയും ചെയ്യും. ഓക്കെ, അതിന് വേണ്ടിയിട്ടല്ല ഞാൻ ചെയ്തിരിക്കുന്നത്, ഞാൻ ജസ്റ്റ് പുറത്തേക്ക് പോകാണ്ടിരിക്കാനാണ്. ഞാനിവിടെ ഈ പായലിട്ട് കൊടുത്തുകൊണ്ട് തന്നെ നല്ല നനവ് കിട്ടും. ഈ തുണിയുടെ നനവും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നനച്ച് കൊടുക്കേണ്ട, ആഴ്ചയിൽ ഒരിക്കലൊക്കെ നനച്ചാലും ഇതിന് നനവുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത്. പായൽ മാത്രമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പായലില്ലെങ്കിൽ മണ്ണോ ചകിരിച്ചോറോ എന്ത് വേണം എടുക്കാം. ഞാനിത് ഒരു രീതി ഞാൻ പായലിൽ ചെയ്ത് നോക്കുക ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലൊരു ട്രേ എടുത്തിട്ട് ഒരു പാത്രം, അതിലേക്ക് ഞാൻ ഇവിടെ ഇത് പെൻഡോഫിലാണ്, ഇത് സാഫാണെങ്കിൽ സാഫും എടുക്കാം. ഇവിടെ ഞാൻ എൻഡോഫിലായിരുന്നു എൻ്റെ കയ്യിലുള്ള, കുറച്ച് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഇതെടുക്കുക. നമ്മളിപ്പം വെട്ടിയിരിക്കുന്ന ഇതെടുത്തിട്ട് ജസ്റ്റ് സൈഡ് രണ്ടും ഒന്ന് തുണിയിൽ തുടച്ചതിന് ശേഷം ജസ്റ്റ് ഇതിങ്ങനെ അങ്ങോട്ട് മുക്കി കൊടുക്കുക. കണ്ടോ, ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ആ ചെറിയൊരു നനവിലുണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ എല്ലാ ഏരിയയിലും നന്നായിട്ടത് പിടിക്കും. നമ്മൾ നനയ്ക്കേണ്ട, ചിലർ നനയ്ക്കുന്ന കാണാം, പക്ഷെ നനയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട്, എല്ലായിടത്തും ആയിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തിരിച്ചും ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലായിടത്തും ആവുന്ന രീതിയിലൊന്ന് ഡിപ്പ് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി ഈ രണ്ട് സൈഡും ഇൻഫെക്ഷനിൽ നിന്ന് സീൽഡ് ആയിട്ടുണ്ട്. ആണോ, ഇത് കാണാവുന്നതാണ്. ഒരു റൂട്ട് അടിയിൽ വന്നൊരു പീസാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനിങ്ങനെ ഇതിൻ്റെ മേലേക്ക് നമ്മളങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇതിൽ റൂട്ട് വന്നുകൊണ്ട് ആ റൂട്ട് വരുന്ന ഭാഗം ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അടിയിൽ നോട്ട്സ് കാണാം. നോട്ട്സ് ഉണ്ടെങ്കിൽ നോട്ട്സുള്ള ഇതെടുക്കുക. ഇവിടെ നോക്കിയാലും നമുക്ക് ചെറിയൊരു നോഡ് കാണാം ഇതിനകത്ത്, ജസ്റ്റ് ഒരു തടിപ്പ്. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡും ഒന്ന് ഡിപ്പ് ചെയ്യുക. ഇതേപോലെ ഡിപ്പ് ചെയ്യുക, എല്ലായിടത്തും ആയി എന്ന് ഉറപ്പ് വരുത്തുക. ഇങ്ങനെ ആക്കി കഴിയുമ്പോൾ നമുക്ക് എല്ലായിടത്തും ആയി കാണാൻ പറ്റും. എന്നിട്ട് തിരിച്ച് ഇതേപോലെ തന്നെ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കണ്ടോ, എന്നിട്ട് ഇതേപോലെ ജസ്റ്റ് ഇവിടേക്ക് ഞങ്ങൾ പ്ലേസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലായി തോന്നുന്നുണ്ട്. ഇതാ കണ്ടോ, റൂട്ട് വരുന്നതിലേക്ക് ഇങ്ങനെ വെറുതെ വെക്കുക, അതിനൊക്കെ കുഴിച്ചിടാനോ ഒന്നിനും നിൽക്കണ്ട. ഇതുപോലെ അങ്ങ് വയ്ക്കുക. ഓട്ടോമാറ്റിക്കലി നന്നായിട്ട് റൂട്ട് കയറി വരും. നനച്ച് കൊടുക്കുന്ന പറഞ്ഞാൽ ഇതിൻ്റെ മേലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താലോ അല്ലെങ്കിൽ തുണി നനച്ചാലോ തുണി ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ടാലോ മതി. ഇത് നന്നായിട്ട് പിടിച്ച് കിട്ടും. ഇതിൻ്റെ പിടിച്ചതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഇടാം. ഇത് പിടിച്ച് കിട്ടുക പെട്ടെന്ന് തന്നെ വരും. ഒരു മാസം കൊണ്ടൊക്കെ നന്നായിട്ട് തൈ കയറി വരും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ വേറൊരു മെത്തേഡ്, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു മെത്തേഡ് കാണിക്കാം. നമ്മുടെ ഒരു മെഴുതിരി എടുത്തിട്ട് എൻഡോഫിൽ പോലത്തെ സാധനം ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു മെഴുതിരി വെച്ചിട്ട് നമുക്ക് സീൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടെ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇതിലൊരു സീലിംഗ് മെത്തേഡ് കാണിക്കുകയാണ്. ഓക്കെ, ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ഈ ജസ്റ്റ് ഒരു തുണിയിലേക്ക്, ഇവിടെ ഇപ്പോൾ നമ്മൾ തുണി തന്നെയാണ് ഇരിക്കുന്നത്, അപ്പോൾ ഞാൻ ജസ്റ്റ് തുണിയിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മെഴുതിരി കൊണ്ട് നമ്മൾ ഈ തുണിയുടെ ഇതെടുക്കുക. ഇവിടേക്ക് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വിറ്റിച്ച് കൊടുക്കുക. അപ്പോൾ മെഴുതിരിയിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവം, നമ്മൾ മെഴുതിരി സാധാരണ ഈ അടീനിയത്തിനൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് സീലിംഗ് പോലെ. ഇതിൻ്റെ സൈഡിലേക്ക്
ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കൂടെ വെള്ളമോ ഇൻഫെക്ഷനോ ഒന്നും ഉള്ളിലേക്ക് കയറില്ല, നല്ല സീലിംഗ് ആയിട്ടിരിക്കും. മറ്റേത് ഇപ്പോൾ അഥവാ വെള്ളം കയറിയാലും നമുക്ക് സീലിംഗ് ഇല്ലെങ്കിലും അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ ഇൻഫെക്ഷന് വെള്ളം കയറി കഴിഞ്ഞാലും അത് എൻഡോഫിലിൽ ആ ഇൻഫെക്ഷൻ അത് തടുത്തോളും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ ഞാൻ സീൽ ചെയ്തിട്ട് ബാക്കി കാണിക്കാം. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് സീൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം, ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. നന്നായിട്ട് നമ്മൾ സീൽ ചെയ്തിട്ടുണ്ട്, ഒരു ഗ്യാപ്പും ഇല്ലാത്ത രീതിയിൽ എല്ലായിടത്തും ആക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ ഗ്ലൂ ഗൺ വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ സീൽ ചെയ്യാവുന്നതാണ്. അതുപോലെ ഞാനിപ്പം പറഞ്ഞിട്ടൊരു വീഡിയോ ഒരു വലിയൊരു ലെങ്തി ആക്കണമെന്ന് ചോദിച്ചിട്ടാണ്. ഇപ്പോൾ നന്നായിട്ട് സീൽ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിലേക്ക് നമ്മളതിനെ ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ ജസ്റ്റ് സൈഡിൽ വെക്കുക. അതേപോലെ തന്നെ ഇതിപ്പോൾ ചെറിയ വളവുകളായതുകൊണ്ട് നന്നായിട്ട് നമുക്കിവിടെ വയ്ക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ ഞാൻ അടിയിൽ ഒരു ചെറിയ നോടുള്ള സ്ഥലം തന്നെയാണ് താഴേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു നന്നായിട്ട് നമ്മൾ നനച്ച് കൊടുക്കുക. ഇതിലേക്ക് മാത്രം സ്പ്രേ ചെയ്ത് നനയ്ക്കുക, വെറുതെ ഇവിടേക്ക് വെള്ളം തട്ടിയാലും കുഴപ്പമില്ല, സ്റ്റിൽ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്ത്. അപ്പോൾ ഞാൻ 2 മെത്തേഡിലും ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ 2 മെത്തേഡിലും നമുക്ക് ഇതുപോലെ ഇവിടെ തളിർപ്പ്, ഈ നോട്ട്സിൽ നിന്ന് പുതിയ നോഡുകൾ വന്ന് തളിർപ്പ് വരും. അപ്പോൾ ഇതുപോലൊരു നമുക്ക് വലിയൊരു ഇതേപോലത്തെ ഒരു ഡിഫറെൻറ്റ് ബാച്ചിയ പ്ലാന്റ് നമുക്ക് ഇതിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വേറൊരു മോഡൽ ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു. ഓക്കെ, അതും ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും വെറുതെ കാണിച്ചിട്ടാക്കേണ്ട, ഇതിൻ്റെ എല്ലാ മെത്തേഡ് സെയിം ആണ്. ഇത് നമുക്ക് ഓൾറെഡി റൂട്ട് വന്ന ഒരു ഇതാണ്. ഇത് നമുക്ക് റൂട്ടുള്ള ഒരു മണ്ണിലേക്ക് തന്നെ ഇട്ടിട്ട് താഴേക്ക് മണ്ണിലേക്ക് വെച്ച് കൊടുക്കാം. 2 എണ്ണം ഉണ്ട് റൂട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ മാവിലിയുടെ അവിടെ ചെരിഞ്ഞ് കിടന്ന് അവിടുന്ന് റൂട്ട് വന്ന കേസാണ്. നമ്മൾ എയർ ലെയറിംഗ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ വന്നൊരു റൂട്ട്സാണ്. അപ്പോൾ ഇതിന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നേരിട്ട് അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി. സൈഡ് സീൽ ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ ഇതിട്ട് കൊടുക്കുക, എൻഡോഫിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ ഇതിട്ട് കൊടുക്കുക. ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് അടുക്കളയിലുള്ള മഞ്ഞപ്പൊടി ഡയറക്റ്റ്ലി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒന്നുമില്ല, മഞ്ഞപ്പൊടി ഇടാം, പിന്നെ ഗ്രാമ്പു പൊടിച്ചത് സൈഡിലാക്കുക. ഇതൊക്കെ ഇൻഫെക്ഷൻ തടയാൻ വേണ്ടി എടുക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പ്ലാൻ ചെയ്ത് ഇനി ഇതിൻ്റെ ഗ്രോത്ത് വന്നതിന് ശേഷമുള്ളൊരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും അഡീഷണലി ഡൗട്ട്സ് ഇതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ അതിനെക്കുറിച്ചൊരു വിശദമായിട്ടൊരു വീഡിയോ അല്ലെങ്കിൽ കമൻസിൽ തന്നെ പറഞ്ഞു തരാവുന്ന ഒരു ഡൗട്ടാണെങ്കിൽ അതിൽ പറയാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അഡീഷണൽ ഇതുപോലത്തെ എന്തെങ്കിലും വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊരു റിക്വസ്റ്റ് പറഞ്ഞാൽ ഞാൻ അതിനൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച്.